എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വൈകുന്നേരം വിളക്ക് വയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മോളിൽ നിന്ന് കറ്റാവാഴ പറിച്ചു വെച്ചിട്ടില്ല എന്ന് ഓർത്തത്. പിന്നെ ഞാൻ നേരെ കയറി നമ്മുടെ കറ്റാവാഴയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ പപ്പൂസും ഉണ്ട്. ഞാൻ എവിടെ പോയാലും അവളും കൂടെ വരും കേട്ടോ, അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ കരയുന്നതിലും ഭേദം അവൾ പോണോടത്തേക്ക് മുഴുവൻ അവളെ കൊണ്ടുപോലാണല്ലോ എന്ന് വിചാരിച്ച് അവളെയും കൈപ്പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. സന്ധ്യാവുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞ് പറിച്ചു വെക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ പറിച്ചത്. ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചണം കേട്ടോ. കാച്ചാനുള്ള സാധനങ്ങളാണെങ്കിൽ വൈകുന്നേരമാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അത് ഇന്ന് കൈയോടെ കാച്ചി വെച്ചില്ലെങ്കിൽ നാളെ എനിക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ, കാരണം കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. ഈ വക പരിപാടികൾ കഴിച്ചാൽ തന്നെ ഒരുപാട് പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. സാധാരണ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞ് പിന്നെ ആ അടുപ്പമ്മ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. കാരണം ഗ്യാസമ്മ എണ്ണ കാച്ചാന്ന് പറയുന്നത് നമുക്ക് മുതലാവുന്ന കാര്യമില്ല കേട്ടോ, പെട്ടെന്ന് കഴിയും. കാരണം ഇത് അത്യാവശ്യം സമയം എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പം അമ്മയാണ് കാച്ചി തരാറുള്ളത്. പക്ഷെ ഇന്ന് നമുക്ക് എന്തായാലും വെക്കേണ്ട, കാരണം ഗ്യാസമ്മ തന്നെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അതുകൊണ്ട് എണ്ണ കാച്ചൽ നമ്മൾ രാത്രി ആക്കിയിട്ടുണ്ട്. രാത്രി ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ എണ്ണയിലിടുന്നത് നെല്ലിക്ക, അതുപോലെ തന്നെ കറ്റാവാഴ, ഉള്ളി, ആര്യവേപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇല, കേശവർദ്ധിനി, ഇതാണ് കേട്ടോ എൻ്റെ എണ്ണയിലുണ്ടാവുക. പിന്നെ അതിൽ ഞാൻ ഇടയ്ക്ക് ഉലുവ, കരിഞ്ചീരകമൊക്കെ തേക്കാറുണ്ട്. പക്ഷെ അത് എല്ലാ മാസവും കാച്ചുമ്പോൾ തേക്കാറില്ല കേട്ടോ. ഒന്നിടവിട്ട് തേക്കാറുള്ളൂ. കാരണം എനിക്ക് തലനീര് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുമ്മലിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തണവ് അധികം ആവണ്ടെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ അതൊക്കെ ഇടാറുള്ളത്. പിന്നെ കാച്ചെണ്ണ തേച്ച് ഞാൻ ചെറുപ്പം മുതലേ കാച്ചെണ്ണയാണ് കേട്ടോ തലയിലിടുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ നോർമൽ വെളിച്ചെണ്ണ ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയും. അതുകൊണ്ട് പിന്നെ നമുക്ക് കാച്ചാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് കാച്ചാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ചക്കിലാട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ചക്കിലാട്ടാന്ന് പറഞ്ഞാൽ മറ്റേ മിഷ്യനിലൊക്കെ തന്നെ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അവർ ആട്ടുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് കേട്ടോ എണ്ണ വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നല്ല മണമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണേക്കാളും നല്ല മണമാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ ആവണക്കെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ തേക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി നേരെ അത് കൂട്ടി അടുപ്പത്തേറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സമയം എടുക്കും ഇതാവാൻ വേണ്ടിയിട്ട്. ഫുൾ ഫ്ലെയിമിൽ ഇടാറില്ല കേട്ടോ, നമ്മൾ കുറച്ചിട്ടാണ് ഇടാറുള്ളത്. അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് വറ്റിപ്പൂ കേട്ടോ. ഇന്നാണെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി, കുറച്ചെടുക്കണതിന് കൂടുതലാണ് കേട്ടോ അരപ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മിക്കവാറും കുറേ എണ്ണ അതിൽ പോകുന്നു തോന്നുന്നുണ്ട്. എണ്ണ അവിടെ കാച്ചിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് പണികളുണ്ട് കേട്ടോ, അതൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഏലക്ക, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ പണിയായതുകൊണ്ട് അമ്മ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഹോസ്റ്റലിൽ പോണതിന് മുമ്പ് അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ച് പൊക്കോളൂ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരട്ടിപ്പണിയാവുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇതൊക്കെ ഞാനാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഇപ്പോൾ 3 വർഷത്തോളമായിട്ടാണ് ഞാൻ വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്നു. അപ്പോൾ അത് മൊത്തം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇരട്ടിപ്പണിയാണ് കേട്ടോ. കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേന്നൊക്കെ നോക്കിയിട്ട് വേണം അമ്മയ്ക്ക് ഇനി ഓരോന്ന് ചെയ്യാനായിട്ട്. അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു പാത്രം ഉണ്ട് കേട്ടോ. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ, കാരണം എല്ലാ പാത്രവും എടുത്ത് മൂടി തുറക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഒരു പാത്രം തന്നെ എടുത്ത് വെച്ചാൽ നമ്മുടെ പണികൾ തീരും കേട്ടോ. കൗണ്ടർ ടോപ്പുമ്പോൾ മൊത്തം ടിന്നുകൾ എടുത്ത് വെക്കുന്നതിനേക്കാൾ ഈ ഒരു പാത്രം നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു തമിഴ് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ആദ്യം ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലായിരുന്നു കേട്ടോ ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് സ്റ്റീലാന്ന് കണ്ടതുകൊണ്ട് ഞാൻ നേരെ സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എണ്ണയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ അത് പോയി നോക്കി ഇളക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊന്ന് കുറുക്കി വരുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്യാസും എണ്ണ തിളപ്പിക്കുന്നത് എനിക്കും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കേട്ടോ, കാരണം മൊത്തം തെറിച്ചാകെ കൊളായിട്ടുണ്ടാവും. എണ്ണ വന്ന് നോക്കിയപ്പോൾ തിളച്ച് വരണേ ഉള്ളൂ കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ആവണക്കെണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല പോലെ ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ എന്തായാലും അത് കുറച്ച് നേരം കൂടി ആയിക്കഴിഞ്ഞാൽ സെറ്റാവും. അതിനുള്ളിൽ നമുക്കൊരു മിഠായി കിട്ടിയില്ല കേട്ടോ. ഉണ്ണി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ മിഠായും ആ ഒരു പാത്രം കൂടിയിട്ട്. അങ്ങനെ മിഠായിയൊക്കെ തിന്ന് വന്നുമ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ മൊത്തം തുടച്ചിടാണ് കേട്ടോ, കാരണം എണ്ണ കാച്ചിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അടുപ്പിൽ വെച്ച് കാച്ചി തന്നെയാണ് കേട്ടോ നല്ലത്. ഇത് മറ്റേ നമുക്ക് ഇരട്ടിപ്പണിയാണ് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് തുടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരുവിധമൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ നാളെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അരി ഉഴുന്നൊക്കെ അരച്ച് വയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ തുടച്ചങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ അമ്മ പറഞ്ഞത് അതും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ട് വായുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതൊക്കെ കഴിക്കാമല്ലോ, പിന്നെ അമ്മ ഇനി വന്ന് പണിയാൻ നിൽക്കണ്ടല്ലോ, ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അരി ഉഴുന്നും കൂടി അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് അടിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ പണികളൊന്നുമില്ല. പാത്രങ്ങളും നമ്മൾ കൈയോടെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരി ഉഴുന്നൊക്കെ അരച്ച് അത് സെറ്റാക്കി വെച്ചതിന് ശേഷം നേരെ നമുക്കിനി കുളിക്കണം കേട്ടോ. എനിക്ക് 2 നേരം കുളിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. മഴക്കാലമാണെങ്കിലും ഞാൻ വൈകുന്നേരം കുളിച്ചിട്ടേ കിടക്കുള്ളൂ, എങ്കിലാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് മുടിയൊക്കെ അഴിച്ച് അതുപോലെ തന്നെ തല നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ എണ്ണ വരട്ടിയെന്ന് കരുതി നമ്മുടെ മുടിയൊന്നും വളരില്ല കേട്ടോ. ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഹെയർ വളരും. അത് ശരിക്കും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. എണ്ണ കൊണ്ടൊരു മാറ്റം ഉണ്ടായില്ലെങ്കിലും നമ്മൾ നല്ലപോലെ ഒരു മസാജ് 2 നേരം കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഡിഫറൻസ് നമ്മുടെ മുടിയിൽ എന്തായാലും ഉണ്ടാവും. എനിക്കാണെങ്കിൽ അലർജിയുടെ മെഡിസിൻസ് അങ്ങനത്തെ കുറച്ച് മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് നല്ല പോലെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെയറൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കഴിഞ്ഞു പോയി ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടി എങ്ങനെ വെട്ടിയാലും നീളം വെക്കും കേട്ടോ. സത്യം പറഞ്ഞത് ഹെറിഡിറ്റി ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അമ്മയുടെ ഫാമിലി നോക്കുകയാണെങ്കിലും അച്ഛൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിലും എല്ലാവർക്കും നല്ല പോലെ മുടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് മുടി വളരില്ല എന്നുള്ള ടെൻഷനൊന്നും ഇല്ല. പക്ഷെ കോഴിവാല് പോലെയാണ് കേട്ടോ, ഒട്ടും ഉള്ളില്ല. അതുകൊണ്ടൊരു വൃത്തിയില്ല കേട്ടോ. മുടി ഉണ്ടെന്ന് തന്നെയുള്ളൂ, പക്ഷെ ഒരു ഭംഗിയില്ലാത്ത മുടിയാണ് കേട്ടോ. അങ്ങനെ മുടിയുടെ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അത് ഉച്ചിയിൽ പിടിച്ച് കെട്ടി വയ്ക്കും കേട്ടോ. അതിനുശേഷം എന്താ, ഇനി പോയി കുളിക്കണം കേട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കുളിക്കുക, ഫോണിൽ കളിക്കുക, കിടന്നുറങ്ങുക. ഇതാണ് ഇനി എൻ്റെ നൈറ്റ് റൊട്ടീൻ എന്ന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻഡിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.